ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ ആണിപ്പച്ചടിയാണ്. ഒരു വെറൈറ്റി ആയിട്ടാണ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കാനും മറക്കരുതേ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ കുമ്പളങ്ങയുടെ കാൽഭാഗമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണിത്. പിന്നെ ഉപ്പ് വേണം, 2 പച്ചമുളക് നെടുകെ കീറിയത്, തേങ്ങ, പിന്നെ വറവിന് ആവശ്യമായ വറ്റൽമുളക്, കറിവേപ്പില, കടുക് നമുക്ക് തേങ്ങയുടെ ഒപ്പം അരയ്ക്കാനും കൂടി ആവശ്യമുള്ളതാണ്. ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത കുമ്പളങ്ങ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നെടുകെ കീറിയ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്ത്, ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. അതും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ കുമ്പളങ്ങ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങയും കടുകും കൂടി അരച്ച് വെച്ചത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കടുകും തേങ്ങയും ഒരുമിച്ച് അരക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ പച്ചടിക്ക്. അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് എല്ലാം കൂടി നന്നായി താളിച്ചെടുക്കാം.
നമ്മൾ താളിച്ചതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി കുമ്പളങ്ങ ആണിപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. സദ്യയുടെ കൂടെയൊക്കെ ഒരു നല്ല കോമ്പിനേഷനാണ്. സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. Thank you for watching.